കാര്യത്തിന് വേണ്ടി അടിക്കാം. ഭാര്യമാരെ ആവശ്യമില്ലാതെ അടിക്കുന്ന ഒരുപാട് പുരുഷന്മാർ ഇന്ന് വ്യാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പ്രസംഗത്തിൽ പറയേണ്ട ആവശ്യമില്ല. അതേ സ്ഥാനത്ത് അടിക്കണം, 5 കാര്യത്തിന് വേണ്ടി അടിക്കണം, നിർബന്ധമുള്ളതായിട്ടല്ല, അടിക്കാം. ഏതാണത്? മഹാന്മാർ പഠിപ്പിക്കുന്നു, ജിമാഇന് അനുവദിക്കാത്ത സ്ത്രീകളെ അടിക്കേണ്ടി വന്നാൽ അടിക്കാം. ഖുറൂജുഹാ ബിലാ ഇദ്നി സൗജിൻ മിൻ മഹല്ലിൽ ഇഖാമതി. ഭർത്താവിന്റെ സമ്മതമില്ലാതെ എന്റെ വഅദ് കേൾക്കുന്ന സ്ത്രീകളെ, എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി, ഭർത്താവിന്റെ സമ്മതമില്ലാതെ ചുമരിനോട് ചാരി നിൽക്കുന്ന അപ്പുറത്തെ വീട്ടിലേക്ക് പോലും നിങ്ങൾക്ക് പോകാൻ പാടില്ല. ഒരു പെണ്ണിന് ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമമാണ്, ഭർത്താവിന്റെ സമ്മതമില്ലാതെ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് പോലും പോകരുത്. സമ്മതമുണ്ടെങ്കിലേ പോകാവൂ. സമ്മതമില്ലാതെ പോകുന്ന പെണ്ണാണോ, ഓ ഈമാനുള്ള മനുഷ്യ, ആ പെണ്ണിനെ നിനക്കടിക്കാം. ദീന് പഠിപ്പിക്കുന്നു. അതിനാണോ അടിക്കുന്നത്? അടിച്ച ആളുകളൊക്കെ മനസ്സാക്ഷിയോട് ഇങ്ങനെ ചോദിക്ക, പടച്ചോന്ന് ഞാൻ കുറെ അടിച്ചല്ലോ, അടിച്ചത് ഇപ്പൊ ഏത് വിഷയത്തിന്, ഏതൊക്കെ വിഷയത്തിനായിരിക്കും അടിച്ചിരിക്കുക? നമ്മളിങ്ങനെ വിലയിരുത്തി അത്യാവശ്യം അടിച്ചിട്ട് തന്നെ ആയിരിക്കും നമ്മളെ കൂടെ ഇരിക്കുന്നതൊക്കെ. എന്നാൽ നമ്മളിങ്ങനെ വിലയിരുത്തി ഏത് കാര്യത്തിനാണ് നമ്മൾ അടിക്കേണ്ടത്, അടിച്ചത്. നിസ്കാരം നിസ്കരിക്കാത്ത പെണ്ണാണോ? ഭാര്യ നിസ്കരിക്കാൻ കുറച്ച് മടിയാ, എന്തോ അവളിൽ നിന്ന് നമ്മൾ കാണുന്നു നിസ്കാരം വളരെ പിന്നോക്കമാണ്. എന്നാൽ അവളെ അടിച്ചോളൂ, അനുവദനീയമാണ്, അവളെ അടിക്കാം. ഒരു സ്ഥലത്ത് ഇത് പ്രസംഗിച്ചപ്പോ സ്റ്റേജിന്റെ ബാക്കിൽ ഒരു ഉമ്മാമ, പ്രായമുള്ള ഒരു ഉമ്മാമ, മെല്ലെ ആ ഉമ്മാമ ഒരു ശബ്ദം, പ്രായം നമ്മളൊക്കെ വലിയമ്മയുടെ പ്രായ, ആ ഉമ്മ എന്താ ഞങ്ങൾ അടിക്കാൻ വേണ്ടി വല്ലാതെ ആവേശത്ത് പറയുണ്ടല്ലോ, ഞങ്ങളടിക്കണം ഞങ്ങളടിക്കണം. സുബഹിക്ക് പോയിട്ട് എത്ര തട്ടിയാലും നീക്കൂല നിങ്ങളെ കൂട്ടർ, എന്നാ ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് അടിച്ചു. ഒരു ഉമ്മാമയുടെ സംശയം, എത്ര വിളിച്ചാലും നിങ്ങളെ കൂട്ടര് നീക്കണില്ല, എന്നാ അങ്ങോട്ട് കൊടുക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഞാനതോടെ പറയുന്നു. കാലിങ്ങനെ കേൾക്കുമ്പോ ചിലപ്പോ സ്ത്രീകൾ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നുണ്ടാവും. നാളെ സുബഹിക്ക് ഒരു കട്ടൻ ചായ പോലും കിട്ടൂല, അല്ലെങ്കിൽ നമ്മളടുത്ത് നിങ്ങൾ ഉണ്ടാക്കി തരി എന്ന് പറയാൻ കാത്തിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ടാവും. ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇരിക്കട്ടെ, ഞാനിപ്പോ പറഞ്ഞു വരുമ്പോ ഈ ഭാഗത്തിലൂടെ അങ്ങ് വന്നു എന്ന് മാത്രം. അപ്പൊ ആ ഉമ്മാവയോട് തെറുക്കു സ്വലാഹ്, നിസ്കരിക്കാത്ത പുരുഷന്മാർ, നിസ്കരിക്കാത്ത ഭാര്യമാർ, അവരെ അടിക്കൽ ജായിസാണ്. ഒരു പെണ്ണ് നിസ്കരിച്ചില്ലെങ്കിൽ അവളെ അടിക്കാം. വൃത്തിയില്ലാത്ത പെണ്ണ്, വൃത്തിയില്ലാതെ അത് അവൾ ഭർത്താവിന്റെ മുന്നിൽ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ആ സമയത്ത് കുറച്ച് വിശദമായി നമുക്ക് വായിക്കാം. ഞാൻ പറയുന്നത്, വൃത്തിയില്ലാതെ നടക്കുന്ന പെണ്ണ്, എപ്പോ നോക്കിയാലും ആ കരി പിടിച്ച ആ വസ്ത്രം, പുറത്തിറങ്ങിയാലോ സുബ്ഹാനല്ലാഹ് കോടിയുടെ വസ്ത്രം, 10,000 രൂപ വില മതിക്കുന്ന വസ്ത്രം. ഭർത്താവ് വീട്ടിൽ വന്നാലോ ആ 10 കൊല്ലം മുമ്പുള്ള ആ കരി പിടിച്ച വസ്ത്രം ഉണ്ടല്ലോ, ആ കുപ്പായം കണ്ടാ തന്നെ പെർത്തു, കണ്ടാ തന്നെ ഒരു അലർജി വന്നു. എന്തൊരു വൃത്തികെട്ട പെണ്ണ് തോന്നിപ്പോന്നി. മരണം വരെ ദാമ്പത്യ ജീവിതം സന്തോഷകരമാക്കി എടുക്കാൻ ആഗ്രഹമുള്ള പുരുഷന്മാരെ, ഭാര്യ വൃത്തിയില്ലാതെ നടക്കുന്നത് കണ്ടാൽ അവളെ ഉപദേശിക്കാം. എന്നിട്ട് അനുമതി സ്വീകരിക്കുന്നില്ലെങ്കിൽ, നടപ്പിൽ വരുത്തുന്നില്ലെങ്കിൽ അവളെ അടിക്കാം. ആ പെണ്ണിന് കുളി നിർബന്ധമായാലും എന്ത് വന്നാലും ആടിനേക്കാളും ഒപ്പം കുളിക്കൂല, വല്ലാത്ത മടിയുള്ള പെണ്ണ്, എന്നാലും കൊടുത്തോളിയൊന്നും. അല്ലാതെ കാര്യമില്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി
ഭക്ഷണത്തിൽ മുടി കണ്ടതിന്റെ പേരിൽ, ഭക്ഷണത്തിൽ ഉപ്പ് കൂടിയതിന്റെ പേരിൽ, ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ, ഒരു കുട്ടി വീണതിന്റെ പേരിൽ, കരഞ്ഞതിന്റെ പേരിൽ, കരയാത്തതിന്റെ പേരിൽ അതിനൊന്നും ഭാര്യമാരടിക്കാൻ പറ്റൂല, ഭാര്യമാരെ ചീത്ത പറയാൻ പറ്റൂല. പക്ഷെ അവരോ അവർക്ക് കൊടുക്കേണ്ടുന്ന എല്ലാ സ്ഥാനങ്ങളും നമ്മൾ അവർക്ക് വകവെച്ചു കൊടുക്കണമെന്ന് തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്നിട്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു, യുഹ്സിനു തൗഫീഖ ബൈന ഇർളാഇ സൗജിഹി വബിർരി വാലിദതിഹി. ഒരു തന്റെ ഇടമുള്ള പുരുഷൻ, ഒരു തന്റെ ഇടമുള്ള ഭർത്താവ് പ്രധാനമായും ചിന്തിക്കേണ്ടെന്ന ഞാൻ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം അതാണ് ഇവർ വിവരിക്കുന്നത്. യുഹ്സിനു തൗഫീഖ ബൈന ഇർളാഇ സൗജതിഹി. അവന്റെ ഭാര്യയും അതുപോലെ അവന്റെ ഉമ്മയും, ഉമ്മാക്ക് ഗുണം ചെയ്യണം, ഭാര്യയെ തൃപ്തിപ്പെടുത്തുകയും വേണം. അതിനുള്ള വഴി എന്താ? ഭാര്യയെ പാവപ്പെട്ട പെൺകുട്ടി, ആ പെണ്ണിനെ കൈയൊടിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് എന്നെ പെറ്റ ഉമ്മ, ആ ഉമ്മാക്ക് ഗുണം ചെയ്യണം, ആ ഉമ്മയെ മാറ്റി നിർത്താനും പറ്റില്ല. എന്റെ ശബ്ദം കേൾക്കുന്ന മുസ്ലിമീങ്ങളെ, ഈമാനുള്ള വഅദ് കേൾക്കുന്ന നല്ലവരായ സഹോദരിമാരോട്, ഉമ്മമാരോട്, നിങ്ങളോട് ഞാൻ ചിലത് ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. മാതാപിതാവിന്, ഉമ്മയെ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അവരുടെ തൃപ്തി ഉണ്ടാക്കണം. അതേ സ്ഥാനത്ത് ചില പെൺകുട്ടികളുണ്ട്, സാധുക്കളാണ്, പാവങ്ങളാണ്. കൂട്ടുകാരെ, എന്റെ ചെറുപ്പക്കാരെ, അതാ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നു. മക്കൾ ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ ഭക്ഷണം കഴിക്കാതെ ഒരു ഭാഗത്ത് കരഞ്ഞിരിക്കുകയാണ്. മക്കൾ ചോദിക്കുന്നു, ഉമ്മ എന്തേ ഉമ്മ കഴിക്കാത്തത്? ആ ഉമ്മയുടെ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഉമ്മ പറയുന്നു, മക്കളെ, വാപ്പ ജിദ്ദയിലല്ലേ, ഉപ്പ ഭക്ഷണം കഴിച്ചോ? അങ്ങനെ മക്കളെ, നിങ്ങളെ വാപ്പ ഭക്ഷണം കഴിച്ചോ? ഉപ്പാക്കാരെങ്കിലും ഒരു പിടി ചോറ് കൊടുത്തിട്ടുണ്ടോ? ഉപ്പ അവിടെ നിന്ന് കഷ്ടപ്പെടുകയാണോ? വാപ്പ എന്താണ് ചെയ്യുന്നത്? എന്താണ് ഉപ്പ ചെയ്യുന്നത്? ഇത് ഓർത്തുകൊണ്ട് നമ്മുടെ ഭാര്യമാരെ കരയുന്നു. എത്ര സ്ത്രീകളാണ് ഭർത്താവങ്ങ് കൺമറയുമ്പോ ഒരു തുള്ളി വെള്ളം ഇറക്കാതെ എപ്പോഴും ഭർത്താവിന് വേണ്ടി ദുആ ചെയ്തുകൊണ്ട്, യാ റബ്ബൽ ആലമീൻ, യാ റബ്ബൽ ആലമീൻ, അർഹമുർ റഹീമായ റബ്ബേ, എന്റെ ഭർത്താവിന് ഒരു വിഷമം കൊടുക്കല്ല അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ റഹ്മാനേ, ആ ജോലിയിലും മറ്റുമൊക്കെ ബർക്കത്ത് കൊടുക്കണം. അതാ പെൺകുട്ടി ദുആ ചെയ്യുന്നു. എത്ര സഹോദരിമാരാണ്, ഓ പുരുഷന്മാരെ, ആ പെൺകുട്ടിയെ കൈയൊടിക്കല്ല. ചില ഉമ്മമാര്, നാടുകൾ നടക്കുന്ന അമ്മായി പോരുണ്ട്, ഒരു വൃത്തികെട്ട മുസീബത്ത് പോരാണ്, വല്ലാത്തൊരു പോരാണ്. ഞാൻ ആ പോരിനെ കുറിച്ച് പറയുന്നില്ല. പ്രവാസികളുടെ കണ്ണീര് കാണാൻ ആരുണ്ടോ? ഉമ്മയുണ്ടോ? വാപ്പയുണ്ടോ? പെങ്ങളുണ്ടോ? മക്കളുണ്ടോ? ഒരു ചോദ്യാവലി വെച്ച് ഒരു പ്രഭാഷണം എടുത്ത് നടത്തേണ്ടി വന്നു. പ്രവാസികളുടെ കണ്ണീര് കാണാൻ ആരുണ്ട്? നിറഞ്ഞു കിടക്കുന്ന അമ്മായി പോരുകൊണ്ട് വിഷമിച്ച് നടക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ നാടുമിടക്ക് നടക്കുന്നത്. ഞാൻ ഭാഗത്ത് സ്ഥലത്ത് വെച്ച് പ്രസംഗിച്ചപ്പോ വല്ലാതെ പറഞ്ഞുപോയി. അതിന്റെ സീഡ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഞാനിത് പറയുന്നത് എന്താണെന്നറിയോ? ഒരു ചെറുപ്പക്കാരൻ 100-101 റുപ്യ നേർച്ചയാക്കിയിട്ട് സുബഹിയുടെ മുമ്പ് മരിക്കാൻ വേണ്ടി ദുആ ചെയ്യാൻ കഴിഞ്ഞ റമദാൻ. അപ്പൊ അതെന്തൊരു ദുആയാണ്? പല ദുആയും കേട്ടു, പല നേർച്ചയും കേട്ടിട്ടുണ്ട്. മരിക്കാൻ വേണ്ടിയുള്ള നേർച്ച, ഇതെന്തൊരു നേർച്ചയാണ്? അപ്പൊ നിസ്കാരം വഅദ് കഴിഞ്ഞിട്ട്, മോനെ നിന്നൊന്ന് കാണാൻ കേട്ടോ. ആ സുഹൃത്ത് വഅദ് കഴിഞ്ഞു വന്നു. എന്തിനാണ് ഇങ്ങനെ നേർച്ചാക്കിയത്? ഒരു ചെറുപ്പം, എന്റെ അനുജന്റെ പ്രായമാണ്. ഞാൻ അനുജനോട് ചോദിച്ചു, എന്ത് പറ്റി മോനെ? ആ കുട്ടി അങ്ങ് കരഞ്ഞിട്ട് പറഞ്ഞു, 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ ഗൾഫിൽ നിന്ന് വന്നത്. വന്നിട്ട് 2 മാസമായി ഉസ്താദേ, ഉമ്മ ഇതുവരെ എന്നോട് മിണ്ടിയിട്ട്, എന്റെ പെറ്റ ഉമ്മ മിണ്ടിയിട്ടില്ല. എന്റെ ഉമ്മ എന്നോട് ഇതുവരെ മോനേന്ന് വിളിച്ചിട്ടില്ല. ഞാൻ എന്തിനു ജീവിക്കണം? അങ്ങ് പറഞ്ഞു പൊട്ടിക്കറങ്ങി. ഒരു ഗൾഫുകാരനായ ചെറുപ്പക്കാരൻ, ഗൾഫുകാരൻ, പ്രവാസികളായ സഹോദരങ്ങൾ എത്രയാ കണ്ണീരൊഴുക്കി നടക്കുന്നത്. ഈ അമ്മായി പോരി എന്ന ദുഷിച്ച് ചീന നാറിയ പോര് കാരണമായി, കുടുംബത്തിലെ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന അമ്മായി പോര് കാരണമായി
എത്രയോ ദാമ്പത്യ ജീവിതം അതിന്റെ സുഖവും മറ്റുമൊക്കെ നഷ്ടപ്പെട്ട് മരിക്കാൻ ദുആ ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു നമ്മുടെ സഹോദരങ്ങൾക്കൊക്കെ ബർക്കത്ത് കൊടുക്കുമാറാവട്ടെ. ദുആ ചെയ്യാൻ ഏൽപ്പിച്ച ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു അവർക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷം നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞപ്പോ അസുഹൃത്തിനൊന്ന് പറഞ്ഞു എന്ന് മാത്രം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ ഭാഗം അങ്ങ് ചിന്തിക്കുമ്പോ എത്രയോ ഉണ്ട്. പക്ഷേ അമ്മായി പോര് കാരണമായി മരിക്കലാണ് നല്ലത്, തുലയലാണ് നല്ലത്, എന്തിനാണ് ഞാൻ ഇവിടെ ജീവിക്കുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന എത്രയെത്ര ചെറുപ്പക്കാരാണ്. ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് പാവപ്പെട്ട പെണ്ണിനെ വീട്ടിലെ കാട്ടിവിടുന്ന എന്റെ അനുജാ